വിദ്യാർത്ഥികളെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. 10ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രം ടെക്സ്റ്റിൽ ഫസ്റ്റ് പാർട്ടിൽ 6 പാഠങ്ങളാണുള്ളത്. അതിലെ ആദ്യ പാഠം അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ? അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചില സംഖ്യാശ്രേണികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എന്താണ് സംഖ്യാശ്രേണികൾ അഥവാ നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ? സംഖ്യാശ്രേണികൾ, ആ വാക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ലെ? സംഖ്യയുടെ ശ്രേണി അല്ലെങ്കിൽ നമ്പേഴ്സ് സീക്വൻസ്. എന്താണ് ശ്രേണി എന്ന് പറഞ്ഞാൽ? പച്ച മലയാളത്തിൽ ശ്രേണി എന്ന് പറഞ്ഞാൽ ചങ്ങലയാണ്. ചങ്ങല കാണാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എന്താണ് ചങ്ങലേന്റെ പ്രത്യേകത? ചങ്ങലയുടെ കണ്ണികൾ പരസ്പരം എന്തായിരിക്കും? ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കും അല്ലെ? അതേപോലെ സംഖ്യകൾ പരസ്പരം എന്തെങ്കിലും ഒരു നിയമം ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമത്താൽ ബന്ധപ്പെട്ട് കിടക്കുക. അങ്ങനത്തെ സംഖ്യകളുടെ കൂട്ടം, അതാണ് സംഖ്യാശ്രേണികൾ അഥവാ നമ്പർ സീക്വൻസ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. കുറച്ച് നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാശ്രേണികളാണ് ബോർഡിലുള്ളത്. ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ഇവയുടെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ ഒന്നാമത്തെ ശ്രേണിയെ നമുക്ക് പരിശോധിക്കാം. എന്താണ് ഈ സീക്വൻസ് അഥവാ ശ്രേണിയുടെ പ്രത്യേകത? 1, 2, 3, 4 എക്സെട്ര. എന്താണ് ഈ ശ്രേണിയുടെ പ്രത്യേകത? ഇത് എണ്ണൽ സംഖ്യയുടെ ശ്രേണിയാണ്. കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെ? 1, 2, 3, 4. ഏതായിരിക്കും അടുത്ത സംഖ്യ? വാട്ട് വിൽ ബി ഇറ്റ്സ് നെക്സ്റ്റ് നമ്പർ? 5. 5 ആണ് അല്ലെ? നമുക്ക് പെട്ടെന്ന് അറിയാം, ഈ ശ്രേണി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ശ്രേണിയാണ്. ഇനി നമ്മൾ ഈ രണ്ടാമത്തെ ശ്രേണി ഒന്ന് പരിചയപ്പെടാം. നോക്കുക, ആ ശ്രേണി അഥവാ ഈ രണ്ടാമത്തെ സീക്വൻസിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ 2, ആദ്യത്തെ മെമ്പർ 2 ആണ് ഇതിൽ. രണ്ടാമത്തെ ആളോ 4 ആണ്. മൂന്നാമത്തെ ആളോ 6 ആണ്. നാലാമത്തെ ആളോ 8 ആണ്. ഈ സീക്വൻസിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല. ഈ ശ്രേണിയെ അറിയാത്തവരാരും ഉണ്ടാവില്ല. ആരായാള്? ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണ്, അഥവാ 2ന്റെ ഗുണിതത്തിന്റെ ശ്രേണിയാണ്. ഈ ശ്രേണിയിലെ അടുത്ത പദം ആരായിരിക്കും? നിസ്സംശയം നമുക്ക് പറയാം 10 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ശ്രേണി ഒന്ന് നോക്കൂ. 10, 14, 18 ഇങ്ങനെ പോകുന്ന അടുത്ത ഒരു സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ്. ഇതിന്റെ നാലാമത്തെ ആൾ ആരായിരിക്കും? It is very simple. We know the first term is 10, the next term is 14, and the next term is 18. Then what will be the next term? നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ആദ്യത്തെ ഈ 2 സംഖ്യകൾ തമ്മിലുള്ള എന്തോ ഒരു ബന്ധമുണ്ട് അല്ലെ? എന്താ ബന്ധം? 10ൽ നിന്നും 14ലേക്ക് എത്തുമ്പോൾ 4 ആഡ് ചെയ്യപ്പെട്ടു അല്ലെ? ഇനി 14ൽ നിന്നും 18 എത്തുമ്പോൾ
പിന്നെയും 4 ആഡ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളെ കാണാൻ നമുക്ക് ഇനി ഒരു ബുദ്ധിമുട്ടുമില്ല. 18നോട് 4 കൂട്ടിയാൽ കിട്ടുന്ന ആളായിരിക്കും ഇതിന്റെ അടുത്ത ടേം. 22 ആണ്. സോ സിമ്പിൾ. Now we are considering another sequence. First term 1, next term 2, next term 4, next term 7, and what will be the next term? ആദ്യത്തെ പദം 1 ആണ്, പിന്നെ 2 ആണ്, അടുത്ത ആള് 4 ആണ്, അതിനടുത്ത ആൾ 7 ആണ്. എങ്ങനെ നമ്മൾ അടുത്ത ആളെ കണ്ടുപിടിക്കും? Yes, it is not easy to find the next term. നോക്കാം നമുക്ക്. ഈ 1ൽ നിന്ന് 2ലേക്ക് എത്താൻ 1 കൂട്ടി, 2ൽ നിന്നും 4ലേക്ക് എത്താൻ അവിടെ കൂട്ടുന്നത് 2 ആണ്, 4ൽ നിന്നും 7ലേക്ക് എത്താൻ എത്ര കൂട്ടപ്പെട്ടു? 3 കൂട്ടപ്പെട്ടു. Then of course, what will be the next term? When you add 4 with 7, we will get the next term. Yes, 11. 11 ആണ് ഇതിന്റെ അടുത്ത പദം. ഇനി മറ്റൊരു സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി നമുക്ക് പരിചയപ്പെടാം. 1, അല്ലെ, 4, 9, 16, എക്സെട്ര. എന്റെ ചോദ്യം ഇതാണ്, ഇതിലെ അടുത്ത പദം ആരായിരിക്കും? ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ? ആ അടുത്ത പദം കാണാൻ ഇവർക്കിടയിലുള്ള, ഈ ചങ്ങലക്കിടയിലുള്ള ബന്ധം നമ്മൾ കണ്ടെത്തണം. എന്താ നോക്കാം നമുക്ക്. 1ന്റെ സ്ക്വയർ എത്രയാ വരിക? 1 ആണ്. ഓക്കെ, അടുത്ത ടേം 4 ആണ്. 2ന്റെ സ്ക്വയർ 4. വെരി ഗുഡ്. രണ്ടാമത്തെ ടേം 2ന്റെ സ്ക്വയർ ആണ്. മൂന്നാമത്തെ ടേം 3ന്റെ സ്ക്വയർ ആണ്. നാലാമത്തെ ടേം 4ന്റെ സ്ക്വയർ ആണ്. അപ്പം അഞ്ചാമത്തെ ടേം ആരായിരിക്കും? 5ന്റെ സ്ക്വയർ ആയിരിക്കും. ആരാണ് 5ന്റെ സ്ക്വയർ? 25 ആണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ അടുത്ത പദം, അതിന്റെ അടുത്ത പദം ഒക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ നമ്മൾ അതിന്റെ നിയമം എന്താണ്, ആ ബന്ധം എന്ന് കണ്ടുപിടിക്കണം. ഇനി മറ്റൊരു ശ്രേണിയെ കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ്. 1, 8, 27, 64. ഇതിന്റെ അടുത്ത പദം നിങ്ങൾക്ക് പറയാൻ പറ്റും. വാട്ട് വിൽ ബി ഇറ്റ്സ് നെക്സ്റ്റ് ടേം? ഇറ്റ് ഈസ് ഈസി. എന്താണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഇതിന്റെ ബന്ധം എന്താണെന്ന് കണ്ടെത്തണം, അല്ലേ? നോക്കാം നമുക്ക്. 1ന്റെ ക്യൂബാണ് 1. നെക്സ്റ്റ് ടേം എത്രയാ? 8 ആണ്. 8 എന്ന് പറയുന്നത് 2ന്റെ ക്യൂബാണ് 8. ഇപ്പൊ മനസ്സിലായില്ലേ? 3ന്റെ ക്യൂബാണ് 27. അപ്പം അടുത്ത ടേം ആരായിരിക്കണം? 4ന്റെ ക്യൂബായിരിക്കണം അടുത്ത ടേം. ആരാണ് അയാള്? 64, 64 ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രേണികൾ അഥവാ സീക്വൻസുകൾ നമ്മളോട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതില് ആദ്യത്തെ 3 സീക്വൻസ് അഥവാ ശ്രേണിയിൽ നിന്ന് വ്യത്യസ്തമായ ചില നിയമങ്ങളാണ് പിന്നത്തെ 3 ശ്രേണികൾക്കുള്ളത്, അല്ലെ? ആദ്യത്തെ 3 ശ്രേണിയിലും ഒരു പദത്തിൽ നിന്ന് അടുത്ത പദത്തിലേക്ക് പോകുമ്പോൾ ഒരു നിശ്ചിത സംഖ്യയാണ് കൂട്ടപ്പെടുന്നത്. ഇപ്പൊ നമ്മള് 10, 14, 18 എന്ന ശ്രേണി പരിഗണിച്ചപ്പോ 10നോട് 4 കൂട്ടി 14 കിട്ടി. 14ന്റെ കൂടെ 4 കൂട്ടി നമുക്ക് 18 കിട്ടി. അടുത്ത പദം കാണാൻ നമുക്കറിയാം 4 തന്നെ കൂട്ടിയാൽ മതി. അപ്പം നമ്മള് ഈ ചർച്ച ചെയ്ത ആദ്യത്തെ 3 ശ്രേണികള് ഒരേ നിയമം അനുശാസിക്കുന്നവയാണ്. പക്ഷേ ബാക്കിയുള്ള 3 ശ്രേണികൾ അഥവാ സീക്വൻസ് നിങ്ങൾ പരിഗണിച്ചാൽ അതിലെ നിയമം ഒരേ നിയമമല്ല. ഓരോ സംഖ്യകൾക്കും പ്രത്യേക നിയമങ്ങളാണ്, അല്ലേ?
പാഠത്തിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞതാണ് ഈ പാഠത്തിന്റെ പേര് സമാന്തര ശ്രേണികൾ എന്നാണ്, അഥവാ അരിത്തമാറ്റിക് സീക്വൻസ്. നമ്മൾ ഈ ചർച്ച ചെയ്ത ആദ്യത്തെ 3 ശ്രേണികളെ കുറിച്ച്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രേണികളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയുള്ള ശ്രേണികൾ, എങ്ങനെയുള്ള സീക്വൻസുകൾ, എന്താ അതിന്റെ പ്രത്യേകത? ഒരു സംഖ്യയിൽ തുടങ്ങി പിന്നെന്താ സംഭവിക്കുക? ഒരു നിശ്ചിത സംഖ്യ തന്നെ ആവർത്തിച്ച് കൂട്ടി ഉണ്ടാക്കുന്ന സംഖ്യാശ്രേണികളാണ് എന്ത്? സമാന്തര ശ്രേണികൾ. ഒന്നുകൂടെ, എന്താണ് സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ? A sequence got by starting with any number, adding a fixed number repeatedly called an arithmetic sequence. ഭയങ്കര നിർവചനമൊക്കെയാണ്, പക്ഷേ ഇതിലെ സംഗതി ഇതേ ഉള്ളൂ. എന്താണ്? ഏതാണ് ആ നിയമം? ഒരു സംഖ്യയിൽ നിന്ന് അടുത്ത സംഖ്യയിലേക്കുള്ള ദൂരം തന്നെയാവണം ആ സംഖ്യയിൽ നിന്ന് അടുത്ത സംഖ്യയിലേക്ക്. ആദ്യ പദത്തിൽ നിന്ന് എത്രയാണോ കൂട്ടി രണ്ടാമത്തെ സംഖ്യ കിട്ടിയത്, അതേ സംഖ്യ തന്നെയായിരിക്കണം ആ സംഖ്യയിൽ നിന്ന് അതിൻ്റെ അടുത്ത സംഖ്യയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അത്തരം ശ്രേണികളെ, സീക്വൻസുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു പാഠമാണ് അരിത്തമാറ്റിക് സീക്വൻസ്. എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് സമാന്തര ശ്രേണികളെ നമുക്ക് പരിചയപ്പെടാം. ഈ സമാന്തര ശ്രേണിയെ കുറിച്ച് ഒന്ന് ആഴത്തിൽ നമുക്കൊന്ന് പഠിക്കാം. കുറച്ച് സമാന്തര ശ്രേണികൾ ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ സമാന്തര ശ്രേണി എന്താണ്? 10, 12, 14 എക്സെട്ര. എന്തായിരിക്കും അടുത്ത ടേം? 10ൽ നിന്നും 12ലേക്ക് എത്തുമ്പോൾ 2 വ്യത്യാസം, 12ൽ നിന്നും 14ലേക്ക് എത്തുമ്പോൾ 2 വ്യത്യാസം, 14ൽ നിന്നും 2 വ്യത്യാസത്തോടു കൂടി എത്രയിലേക്ക് എത്തണം നമ്മൾ? വെരി ഗുഡ്, 16ലേക്ക് എത്തണം നമ്മൾ. സോ സിമ്പിൾ. ഇതുപോലുള്ള ശ്രേണികളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതില് 10 എന്ന ആളാണ് ഇതിലെ ആദ്യ പദം. ഈ ശ്രേണിയിലെ ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം ആരാണ്? 10. Then 12, 12. ആരാണ് 12? ഈ സമാന്തര ശ്രേണിയിലെ സെക്കൻഡ് ടേം അഥവാ രണ്ടാമത്തെ പദമാണ് 12. Then who is 14? 14 എന്നത് ഈ ശ്രേണിയിലെ മൂന്നാമത്തെ പദമാണ്. അപ്പൊ നമ്മൾ ഈ ശ്രേണിയിലെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങളുണ്ട് അല്ലെ? 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും? 1-ാം പദം എന്ന് പറയും. 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും? 2-ാം പദം എന്ന് പറയും. 3-ാമത്തെ ആളെ നമ്മൾ എന്ത് പറയും? 3-ാം പദം എന്ന് പറയും. 1-ാമത്തെ ആള്, 2-ാമത്തെ ആള്, 3-ാമത്തെ ആള്, ഇനി 4-ാമത്തെ ആള് വരും, 5-ാം പദം വരും, 6-ാം പദം വരും, എക്സെട്ര. ഇതിന് അന്ത്യം ഉണ്ടാവും. ഈ ശ്രേണികള് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. ഓക്കെ, ഇനി പദങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പം ഓരോ സംഖ്യാശ്രേണിയിലും പദങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ സംഖ്യാശ്രേണിയിൽ നിന്ന് നമ്മൾ എന്തിലെത്തി? സമാന്തര ശ്രേണിയിലേക്ക് കടന്നു. നമ്മളിപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടു. 1-ാം പദം, 2-ാം പദം, 3-ാം പദം, 4-ാം പദം, 5-ാം പദം, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, എക്സെട്ര. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ പറയുകയാണ്.
അതായത് ഞാൻ പറഞ്ഞു രണ്ട് സംഖ്യകൾക്കിടയിൽ ഒരു പ്രത്യേക ബന്ധം ഉണ്ടാവുക സമാന്തര ശ്രേണി. ആ ബന്ധം എല്ലാ പദങ്ങൾക്കിടയിലും ഉണ്ടാവും അല്ലെ? അതായത് ഈ ശ്രേണി, ഇപ്പം ഈ ഒരു ശ്രേണി നമ്മൾ പരിശോധിക്കാം. 13, 20, 27 എക്സെട്ര. ഈ ശ്രേണിയിൽ ഒരു നിശ്ചിത സംഖ്യ തന്നെ ആവർത്തിച്ചു പോകുന്നുണ്ടല്ലോ. ആഡിങ് എ ഫിക്സഡ് നമ്പർ. വാട്ട് ഈസ് ദാറ്റ് നമ്പർ ഹിയർ? 7. 7 ആഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം 13. 13ന്റെ കൂടെ നമ്മൾ 7 കൂട്ടി എത്ര കിട്ടുന്നു? 20 കിട്ടുന്നു. ദെൻ 20ന്റെ കൂടെ 7 കൂട്ടി 27 കിട്ടുന്നു. ദെൻ ഈ കൂട്ടുന്ന 7, പൊതുവില് ഈ സംഖ്യകൾക്കിടയിൽ കിടക്കുന്ന ആളാണ് ഈ 7 അല്ലേ? ഈ 7 നമ്മൾ ഒരു പ്രത്യേക പേരാ വിളിക്കുക. പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ടേബിൾ കണ്ടില്ലേ നിങ്ങൾ? അതിൽ 10ഓളം ശ്രേണികളുണ്ട്. അവ സമാന്തര ശ്രേണികളാണോ അല്ലയോ എന്ന് പരിശോധിക്കണം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്, സമാന്തര ശ്രേണിയാണെങ്കിൽ അതിന് നമുക്ക് ഒരു പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരാളുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ ശ്രേണിയും പരിശോധിക്കുക. ഫസ്റ്റ് ശ്രേണി പരിശോധിക്കുക. അതിൻ്റെ കോമൺ ഡിഫറൻസ് നമ്മളെങ്ങനെ കാണും? ഒരു പദത്തിൽ നിന്ന് തൊട്ട് മുമ്പിലത്തെ പദം കുറയ്ക്കുക. അതായത് രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറയ്ക്കുക. ആ കിട്ടുന്ന സംഖ്യ തന്നെയാണോ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറച്ചാൽ കിട്ടുന്നത്? അല്ലെങ്കിൽ നാലാമത്തെ പദത്തിൽ നിന്ന് മൂന്നാമത്തെ പദം കുറച്ചാൽ കിട്ടുന്നത് എങ്കിൽ അത് സമാന്തര ശ്രേണിയായിരിക്കും. ഇനി അല്ലെങ്കിലോ, ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറച്ചപ്പോൾ കിട്ടുന്ന സംഖ്യ അല്ല മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് എങ്കിൽ അവ സമാന്തര ശ്രേണിയല്ല. ഇങ്ങനെ നിങ്ങൾ 10 ശ്രേണികളും പരിശോധിക്കുക. അവ സമാന്തര ശ്രേണിയാണെങ്കിൽ അവയുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. ഇനി സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഇതൊരു സമാന്തര ശ്രേണിയല്ല, ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് എഴുതുക. നമ്മൾ ഈ കണക്കുകളൊക്കെ നോട്ട് ചെയ്തിട്ട് വൃത്തിയായിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു വർക്ക്ഷീറ്റ് തരുന്നുണ്ടാവും. ആ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ ചെയ്ത പോലെ ഒരു നമ്പറിലേക്ക്, ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു എവരിബഡി.